ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നൊരു വിശുദ്ധ ദിവസമാണല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ ദിവസത്തിൽ ഒരു വിലയേറിയ ചിന്തയോടുകൂടി ഇന്ന് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. അവർ ഗോഡ് ഈസ് കൺസ്യൂമിങ് ഫയർ. അപ്രതീക്ഷിതമായി തീപിടുത്തം മൂലം മനുഷ്യർക്കുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, നാശനഷ്ടങ്ങൾ നാം ന്യൂസ് പേപ്പർ മുഖാന്തരവും TV മുഖാന്തരം മറ്റ് മീഡിയയിലൂടെ അനുദിനം കേട്ടും കണ്ടും വായിച്ചും അറിയുന്നവരാണ്. മനുഷ്യന് ഏറ്റവും ആവശ്യവും പ്രയോജനവുമുള്ളത് 2 വസ്തുക്കളാണ്: തീയും വെള്ളവും. എന്നാൽ അവ മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായാൽ എത്ര വലിയ ദുരന്തമാണ് വിതയ്ക്കുക. ഉദാഹരണമായി, നോഹയുടെ കാലത്ത് ദൈവം പ്രളയം വരുത്തി. എത്ര ദൂരവ്യാപകമായ കെടുതികൾ ഭൂമിയിൽ ഉണ്ടായത്. ആയതുപോലെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് ഓടിയെത്തുന്നു. 2018-19 കേരളത്തിലെ ജലപ്രളയം മറക്കാവതല്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാം നഷ്ടപ്പെട്ട സംഭവം മറന്നുപോയോ? ഇത് ഞാൻ ഓർപ്പിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നതായ ഗുജറാത്തിൽ 1979 ഒരു വലിയ വെള്ളപ്പൊക്കം മോർബി എന്ന പട്ടണത്തിൽ ഉണ്ടാകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ദുരന്തമാണ് അന്ന് അവിടെ സംഭവിച്ചത്. മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ ചത്ത് ഒടുങ്ങി. പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ നിലംപതിച്ച ദൃശ്യങ്ങൾ ഏവരുടെയും കരള് അലയിക്കുന്നതാണ്. തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ധാരാളം അഗ്നിയുടെ ചിത്രങ്ങൾ പെറുക്കിയെടുത്ത് ദൈവം നടത്തുന്ന അതിഭയാനകമായ ന്യായവിധികളെക്കുറിച്ച് ഓർത്ത് ഭയത്തോടെ വിറയലോടെ യഹോവയെ സേവിക്കുവാനിടയാകും. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ അഗ്നിയാണ് ഒന്നാമതായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ജൈവജനമേ, ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അഗ്നി ഉണ്ടായ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സങ്കീർത്തനക്കാരൻ ദൈവം നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ന്യായാധിപതിയാണെന്ന് കാണിക്കുകയാണ്. അതിങ്ങനെയാണ്: നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവൻ്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റും അടിക്കുന്നു. തീയുടെ ശക്തി കൂടുന്നതാണ് കൊടുങ്കാറ്റ്. പ്രവാസകാല പ്രവാചകനായ എസെക്കിയേൽ കണ്ട ദർശനത്തിലും വടക്കു നിന്ന് വന്ന കാറ്റിനെ കുറിച്ച് ഓർപ്പിക്കുന്നു. എസെക്കിയേൽ 1:4 പ്രവാചകൻ പറയുന്നത്, താൻ നോക്കി നിന്നപ്പോൾ വലിയൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വടക്കു നിന്ന് വരുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിലയേറിയ പദവി എന്ന് പറയുന്ന അവൻ ന്യായാധിപതിയാണ്. അവൻ ഈ ലോകത്തെ ന്യായം വിധിക്കുന്ന, നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയാണ്. നാം വായിച്ചു കേട്ട വേദഭാഗത്തും അങ്ങനെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല, അവൻ്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതി. നമ്മുടെ കർത്താവ് പ്രോഫറ്റാണ്, നമ്മുടെ കർത്താവ് പ്രവാചകനാണ്, അവൻ സേവിയറാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ പ്രീസ്റ്റാണ്, നമ്മുടെ പുരോഹിതനാണ്, അവൻ കിങ് ആണ്, അവൻ നമ്മുടെ രാജാവാണ്, അവൻ ജഡ്ജാണ്, നമ്മുടെ ന്യായാധിപതിയാണ് എന്നീ നിലയിൽ പഠിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഔദ്യോഗികമായ നിലകളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കർത്താവ് ഭൂമിയിൽ 4 പ്രകാരമുള്ള ന്യായവിധിയെക്കുറിച്ച് വിധിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ
ഞാൻ ഈ വായിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിൽ കുറി പുലർത്തി മുൻപോട്ട് പോകട്ടെ. ഹോരേബ് പർവ്വതത്തിൽ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ ജ്വാലയിൽ നിന്നും മോശയ്ക്ക് പ്രത്യക്ഷനായതിനെക്കുറിച്ച് പുറപ്പാട് 3:2 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ തീ ഇറങ്ങിയതായിട്ട് വായിക്കുന്നു. പുറപ്പാട് 19:18 വാക്യത്തിൽ കാണാം. മനുഷ്യരോടുള്ള കൂട്ടായ്മയ്ക്ക് ഇറങ്ങി വരുന്ന പർവ്വതം ശുദ്ധീകരണത്തിൻ്റെയും അരുളപ്പാടിൻ്റെയും സ്ഥലമാണ്. സങ്കീർത്തനം 15:1 മുതൽ 5 വരെ ഭാഗം പഠിച്ചാൽ, അതോടൊപ്പം തന്നെ 24-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമതായി ദൈവപ്രസാദത്തിൻ്റെ അഗ്നിയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്നാണ് വായിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുന്നത് മുഖാന്തരം ദൈവപ്രസാദം ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ചുമതല എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഒരു യാഗം ദൈവത്തിന് പ്രസാദമായി തീർന്നോ എന്ന് മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങുമ്പോഴാണ്. ഇവിടെ ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. കാരണം തൻ്റെ മാതാപിതാക്കന്മാരുടെ പാപത്തിന് പരിഹാരം സ്വയമായി അവർ മറയ്ക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി അത് കൂടുതൽ നഗ്നതയിലേക്ക് വെളിപ്പെടുവാൻ ഇടയായെന്നാണ് വായിക്കുന്നത്. എന്നാൽ ആദാം ദമ്പതിമാർക്ക് യാതൊരു ഊനവുമില്ലാത്ത മൃഗം അറുക്കപ്പെടുകയും അതിൻ്റെ തോൽ അവരെ ഉടുപ്പിച്ച് നഗ്നത മറച്ച ദൈവപ്രവൃത്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കയീൻ താനും ഒരു ആട്ടിൻകുട്ടിയെ യാഗത്തിനായി ഒരുക്കി യാഗം നടത്തിയപ്പോൾ ആ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. സകല മനുഷ്യരെയും ആ നിലയിൽ ആകർഷിക്കുന്ന ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രഥമ കാര്യം ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം. ആകയാൽ നിന്റെ വഴിപാട് കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ആദ്യ കാലങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ അങ്ങനെ ചെയ്യുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നത്തെ തുലവും കുറഞ്ഞിരിക്കുകയാണ് ആ കാര്യം. മറ്റുള്ളവനെ കുത്തി മുറിവേൽപ്പിച്ചും അപമാനിച്ചും വേദനപ്പെടുത്തിയും കളങ്കപ്പെടുത്തിയും അതോടൊപ്പം തന്നെ മേലാൽ തല പൊക്കാത്ത നിലയിൽ അതെ ആക്കിയിട്ടും അപ്പം നുറുക്കുന്നവർ ധാരാളം പേരുണ്ട്, നമ്മുടെ കണ്ണിന് മുൻപിലുണ്ട്. മത്തായി 5:22 മുതൽ പഠിച്ചാൽ ആരാധനയേക്കാൾ വലുതാണ് ആരാധനയുടെ ഒരുക്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തോട് സംസാരിക്കുന്നതിനും കൊടുക്കുന്നതിനും മുമ്പ് കൂട്ടുവിശ്വാസികളോടും സഹോദരങ്ങളോടും സംസാരിക്കുന്നതാണ് ഒരുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. വഴിപാടിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് വഴക്ക് തീർക്കലാണ്. വഴിപാട് താമസിച്ചാലും സാരമില്ല, വഴക്കിടാതെ വരൂ, ആരാധിക്കൂ, അപ്പോൾ ദൈവം പ്രസാദിക്കും. സഹോദരപ്രീതിക്കായി നിർമ്മലീകരിക്കപ്പെട്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പീൻ എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സഹോദരനോട് സ്നേഹമില്ലാതെ ദൈവത്തോട് നാം സംസാരിച്ചാൽ അത് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവുമായിരിക്കും എന്നാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു യാഗം ദൈവത്തിന് പ്രസാദമായി തീരുന്നത് സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങുമ്പോഴാണ്. ഹാബേലിൻ്റെ യാഗത്തിൽ എന്ന പോലെ അബ്രഹാമിൻ്റെ യാഗത്തിൽ തീ ഇറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വാക്യങ്ങളാണ്. അവിടെ കാണുന്നത് 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്ടിൻകുട്ടിയെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ, ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് ദൈവം കൽപ്പിച്ചു. അബ്രഹാം ദൈവം പറഞ്ഞതിൽ ഒട്ടും കുറച്ചില്ല. ഇതൊരു വലിയ ചെലവാകുമെന്ന് ചിന്തിച്ചതുമില്ല. കാരണം അത് ഓൾറെഡി തനിക്ക് ധാരാളം മൃഗസമ്പത്തും ഉണ്ടായിരുന്നു.
തനിക്ക് ഉള്ളതിൽ നിന്നും കൊടുക്കുന്നതിൽ യാതൊരു മടിയും ഇല്ലായിരുന്നു. ആകയാൽ താൻ ഈ നിലയിൽ യാഗം നടത്തിയതായിട്ട് കാണാൻ കഴിയും. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടായ ശേഷം പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നു പോയതായിട്ട് കാണുന്നു. അങ്ങനെ ദൈവപ്രസാദം തൻ്റെ യാഗത്തിലൂടെ ഉറപ്പാക്കിയ ദൈവഭക്തനായിരുന്നു അബ്രഹാം. ആയതുപോലെ അഹരോൻ്റെയും യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങി. ലേവ്യ 9-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം. ഗിദെയോനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. ന്യായാധിപന്മാർ 6:21. ദാവീദ്, ശലോമോൻ തുടങ്ങിയവരെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദും യാഗം നടത്തിയപ്പോൾ ദൈവം പ്രസാദിച്ചു. ദൈവം അഗ്നി ഇറക്കി. 1 ദിനവൃത്താന്തം 21:26. ശലോമോനും ആ നിലയിൽ ദൈവത്തിന് യാഗം അർപ്പിച്ചപ്പോൾ അവിടെ തീ ഇറങ്ങി. 2 ദിനവൃത്താന്തം 7:1. ഏലിയാവിൻ്റെ യാഗത്തിലൂടെയും അഗ്നി ഇറങ്ങി ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചതായി 1 രാജ 8:38 നമുക്ക് കാണാൻ കഴിയും. വളരെ സൂക്ഷ്മമായി പഠിച്ചാൽ യാഗം നടത്തുന്നതിന് മുമ്പ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കിയെന്നാണ് ഏലിയാവിനെ സംബന്ധിച്ച് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാഗം വിധിപ്രകാരം നടത്തി. ഒന്നാമതായി അതിൻ്റെ അടിത്തറ നന്നാക്കി എന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നവൻ അടിത്തറ നന്നാക്കി. ഇത് ദൈവം അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവപ്രസാദപ്രകാരമല്ലാതെ ദൈവം ഉത്തരം അരുളുകയില്ല. ദൈവമായുള്ള തകർന്ന ബന്ധത്തെ കാണിക്കുന്നു. അത് നന്നാക്കിയെങ്കിലേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. 2, ഏലിയാവ് ഇസ്രായേലിൻ്റെ മക്കളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. 1 രാജ 18-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം നോക്കുക. യാഗപീഠം ഉണ്ടാക്കി. ക്ഷീണിച്ച പ്രവാചകൻ ഓരോ കല്ല് വയ്ക്കുമ്പോഴും അങ്ങനെ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ് എന്ന് പറഞ്ഞ് അതിങ്ങനെ 12 പേരുടെയും പേര് പറഞ്ഞാണ് ആ കല്ലുകളെല്ലാം ക്രമീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 12 ഒന്നാണ്, ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: ദർ ഇസ് നോ ഡിവിഷൻ. ഇവിടെ വിഭാഗീയത ഒന്നുമില്ല. നോർത്തെന്നോ സൗത്തെന്നോ ഈസ്റ്റെന്നോ വെസ്റ്റെന്നോ ഒന്നും പറഞ്ഞ് അങ്ങനെ ഒരു വിഭാഗം ഇല്ല. 12 ഒന്നാണ് എന്ന് ഉറപ്പുവരുത്തി യാഗപീഠം ഇടിഞ്ഞു കിടന്നത് ഉണ്ടാക്കി. അങ്ങനെ ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ 18-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. ഏലിയ പ്രവാചകൻ അടുത്ത് എന്ന് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ മാത്രം ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇത്രയെല്ലാം ചെയ്ത ഏലിയാവ് പ്രാർത്ഥനയുടെ ഉത്തരത്തിനായി നോക്കി ഇരിക്കുകയാണ്. നോ ആൻസർ ഫ്രം ഹെവൻ. ഒരു ഉത്തരവും സ്വർഗത്തിൽ നിന്ന് ലഭിച്ചില്ല. അതെന്താണ് കാരണം? ഏലിയാവും ദൈവത്തിൻ്റെ വിധി പോലെ കാര്യങ്ങൾ ചെയ്തെങ്കിലും 1 രാജ 18-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിൽ തന്നെ അവിടെ കാണുന്നത് തന്നെ ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ എന്നുള്ളതായ പദം അവിടെ ആവർത്തിച്ച് പറയുകയാണ്. ഞാനില്ലെങ്കിൽ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഈ രാജ്യത്തിൽ ഒന്നും നടക്കുകയില്ല. ഈ ചിന്ത ഏലിയാവിൽ വന്നു. ഈ കണ്ട ഈ വലിയ മേഘനത്തിന്, അധ്വാനത്തിന് മറുപടി ഒന്നും ലഭിച്ചില്ല. വീണ്ടും 37-ാമത്തെ വാക്യത്തിൽ യഹോവേ, എനിക്കുത്തരം അരുളണമേ, നീ തന്നെ ദൈവം, ഞാൻ ഒന്നുമല്ല. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ. ഇവിടെ വായിക്കുന്നത് തന്നെത്താൻ അവൻ താഴ്ത്തി. പ്രാർത്ഥനയിലും ആരാധനയിലും നാം നമ്മെ തന്നെ താഴ്ത്തിയേ മതിയാവൂ. കാരണം ഏലിയാവ് പറയുകയാണ്, ജനം അറിയേണ്ടതിന്. ജനം കണ്ടും കേട്ടും ഇരിക്കുകയാണ്. ഇസ്രായേൽ 2 കൂട്ടമായി 10ഉം 2ഉമായി പിരിഞ്ഞു നിൽക്കുകയാണ്. ദൈവം പിരിച്ചതല്ല കേട്ടോ. അത് സഭയായാലും കുടുംബമായാലും ദൈവം ഈ വിധ കാര്യം ഒന്നും ചെയ്യുകയില്ല. ദൈവം യോജിപ്പിച്ചതിനെ ആർക്കും വേർപിരിക്കുവാനായിട്ട് കഴിയുകയുമില്ല. ഒരിക്കൽ ഒരു കല്യാണ ശുശ്രൂഷയിൽ കാർമ്മികൻ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യൻ യോജിപ്പിച്ചതിനെ
ദൈവം വേർപിരിക്കരുത്. ഒന്നല്ല, 3 പ്രാവശ്യം അതെ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കാനിടയായി. സദസ്സ് രോക്ഷാകുലരായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യൻ യോജിപ്പിക്കുന്നത് 6-ാം ദിവസവും വിവാഹമോചനം നടന്നെന്ന് വരാം. 30-ാം ദിവസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ നടത്തിയെന്ന് വരാം. കാരണം അത് മനുഷ്യൻ യോജിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ വിധമായ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു, തിരുവെഴുത്ത് എന്തെഴുതിയിരിക്കുന്നു, അതനുസരിച്ചാണ് പ്രസ്താവിക്കേണ്ടത്. ഇവിടെ ഇസ്രായേലിനെ ദൈവം പിരിച്ചതല്ല, തന്നെ പിരിഞ്ഞതാ. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? 1, അവർക്ക് ഇരിപ്പിടം ഉണ്ടാകണം, ചെയർ. 2, അവർക്ക് അധികാരം ഉണ്ടാകണം, പവർ. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിൽ അവരുടെ ചെയറിനും പവറിനും വേണ്ടിയാണ് അവർ എന്ത് ചെയ്ത് 10-ഉം 2-ഉമായിട്ട് പിരിഞ്ഞത് എന്നുള്ളത് അതൊരു രഹസ്യമായ സത്യമാണ്. യാഗപീഠം നന്നാക്കി ദൈവം എന്ത് ചെയ്തു? ദൈവബന്ധം അത് നന്നാക്കി, അത് നേരെയാക്കി. 12 കല്ലുകൾ ചെതറിപ്പോയതിനെ ചേർത്ത് പണിതു, ഐക്യത പുനഃസ്ഥാപിച്ചു, വിറകടുക്കി, ബലിമൃഗത്തെ തയ്യാറാക്കി. ഞാൻ ആരുമല്ലെന്ന് കുറ്റം സമ്മതിച്ചു, സമ്പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുത്തു. യാഗത്തിന്മേൽ തീ ഇറങ്ങി, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം വറ്റിച്ചു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണ് വീണ് യഹോവ തന്നെ ദൈവമെന്ന് 2 പ്രാവശ്യം പറഞ്ഞു. നമ്മെ കേൾക്കുന്ന ജനത്തിനും നമ്മെ നോക്കുന്ന ജനത്തിനും നാം ആരാണെന്നും ദൈവം ആരാണെന്നും നമ്മുടെ ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും ആരാധന കൊണ്ടും മനസ്സിലാക്കണം എന്നുള്ള സത്യം 1 രാജ 18-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതല്ലേ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്? അതോ ഏതെങ്കിലും ആണോ ഉണ്ടാകേണ്ടത് എന്നൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. 1 രാജ 18:40 ഏലിയാവ് നീതി നടത്തി. മീഖാ 7:14 നമ്മൾ വായിക്കും. ദൈവത്തിലെ അനീതിക്ക് എതിരെ നിൽക്കുവാനും നീതി നടത്തുവാനും കഴിയുന്നുണ്ടോ? മനുഷ്യരെ ഭയന്ന് നീതി നടത്താതെ പോകുന്നെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ദാസന്മാരായിരിക്കും. ഏലിയാവ് നീതി നടത്തി. എന്ത് വില കൊടുത്തും സഹിച്ചും നീതി നടത്തണം. എങ്ങനെ? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. എബ്രായലേഖനം 11:33 അങ്ങനെ വായിക്കുന്നു. വിശ്വാസത്താൽ അവർ നീതി നടത്തി. വിശ്വാസത്താൽ നീതി നടത്തി ദൈവപ്രസാദം നേടി. യാഗത്തിൽ തീ ഇറക്കി. ബാലിൻ്റെ ആൾക്കാർ ഭയന്നോടുവാൻ കാരണമായി. അതാണ് ഏലിയാവിൻ്റെ ഈ ഹോമയാഗവും അതിൻ്റെ ക്രമീകരണങ്ങളും എന്നുള്ള സത്യം നമ്മെ എന്ത് ചെയ്യുന്നു? ഈ യാഗത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. യാക്കോബ് 5:17. ആകയാൽ ഓർത്തുകൊള്ളുക, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ വരുന്നു, അവൻ നമ്മെ ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പാകെ വീണുപോകാൻ ഇടയാകാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം നമുക്ക് പ്രതിഫലം തരുന്നതിനും ദൈവത്തെ യോഗ്യമായി നാം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.